ധ്യാൻ ചേട്ടാ, ഷാനിക്ക, ശരത് സർ, മഞ്ജരി ചേച്ചി, രജിഷ, ഇവിടെ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു ഫ്ലോറിൽ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. ടു ആസിഫ് അലി, അമൃത TV, കൊച്ചി. നമ്മുടെ ഇങ്ങോട്ടാണ് കത്ത് വന്നിട്ടുള്ളത്. ആസിഫിക്ക വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് കത്ത് അയച്ചത്. അതെ, ഇന്നത്തെ അഡ്രസ് ആസിഫിക്കയുടെ ഇതാണ്. അപ്പൊ കത്തിൽ എന്താന്നുള്ളത് പൊട്ടിച്ച് വായിക്കുന്ന മോശമല്ലേ അല്ലേ ധ്യാൻ ചേട്ടാ? എല്ലാരും ഒന്ന് കേക്കട്ടെ. വേണ്ട, ആസിഫിക്ക എന്നെ വായിച്ചോ. എടാ റിഹാനൊന്നും കൊണ്ട് കൊടുക്കോ. സാധാരണ ഞങ്ങള് തിരിച്ചാ ചെയ്യാറല്ലേ, അങ്ങോട്ടാ കൊടുത്തു വിടാറ്. അങ്ങോട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ആസിഫ് അലി, അമൃത TV, കൊച്ചി. പാറു, ആ അവൻ ആസിഫ് അലി എന്ന് പറഞ്ഞു നേരെ ധ്യാന്റെ അടുത്തോട്ട്. അവര് രണ്ടുപേരും അറിയില്ലേ? ഓക്കെ ആസിഫിക്ക, വല്ല പ്രേമലേഖനാണോ നമുക്ക് അറിയില്ല കേട്ടോ. ഒരു കത്ത് വന്നേ അറിയുള്ളൂ. ഒരു ഉരിയ കത്ത. ഇത് കൊറേ ഉണ്ടല്ലോ, ഇന്നലെ എഴുതി തുടങ്ങിയതാന്ന് തോന്നുന്നു. ആണല്ലേ? ഓക്കെ വായിക്കട്ടെ. ആ വായിക്കട്ടെ, ആ വായിക്കാം. പ്രിയപ്പെട്ട ആസിഫ് അലി ചേട്ടന്, ഓ 2009 എന്റെ ജീവിതത്തിലേക്ക് വന്ന പുതിയ ഋതുവാണ് ചേട്ടൻ. ഇന്നും ആ കഥ തുടരുന്നു. മലയാള സിനിമയിലെ അപൂർവ രാഗമായി ചേട്ടന്റെ കരിയറിൽ ഇപ്പൊ നല്ല ട്രാഫിക് ഉണ്ടെന്നറിയാം. വെരി ക്രിയേറ്റീവ്. അമ്മോ, അതൊരു ഓർഡിനറി സംഭവം അല്ല. ബാച്ചിലേഴ്സ് പാർട്ടികളിൽ ചേട്ടൻ എന്നും ഒരു സംസാര വിഷയമായിരുന്നു. ചേട്ടനെ കുറിച്ച് ഒഴിമുറിയിൽ ഇരുന്ന് ആലോചിച്ച് കിളിപോയ എത്രയോ രാത്രികൾ. പല യുവാക്കളും ഹണീബി അടിച്ച് ബൈസിക്കിൾ തീവ്സായി മാറിയപ്പോഴും ഞാൻ ചേട്ടന്റെ അപ്പോത്തിക്കിരി കണ്ട് നടന്നു. എന്റെ പ്രിയപ്പെട്ട സപ്തമശ്രീ തസ്കര, അങ്ങൊരു വിലപിടിപ്പുള്ള വെള്ളിമൂങ്ങയാണ്. കല്യാണം കഴിക്കാനുള്ള നിർണായകമായ തീരുമാനം നിങ്ങൾ എടുത്തപ്പോൾ മൈലാഞ്ചി മൊഞ്ചുള്ള നിങ്ങളുടെ വീട്ടിൽ വന്ന് ഡബിൾ ബാരൽ കൊണ്ട് നിങ്ങളെ വെടിവെക്കാൻ തോന്നി. പക്ഷെ എന്ത് ചെയ്യാം നിങ്ങൾ എന്റെ മനസ്സിലെ കോഹിനൂർ രത്നമായി മാറിപ്പോയില്ലേ? ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. ഇത് വേറൊരാളെ ഏറ്റെടുത്ത്, അല്ല ഇതൊരു ഫീമെയിൽ വോയിസ് കേൾക്കാം. അതിനാവുമ്പോ ഒരു ഫീൽ ഉണ്ടാവും. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? അതുകൊണ്ടാ ഞാൻ ഏത് ശബ്ദത്തിലാ ഇത് ഷൂട്ട് ചെയ്യണമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. മഞ്ജരി, കുഡ് യു പ്ലീസ്? മഞ്ജരി ചേച്ചി, ആ ഒരു ഫീലില് ഏത് പെൺകുട്ടിയാണോ അയച്ചത് ആ ഒരു ഫീലിലൊന്ന് വായിച്ചു കൊടുക്ക്. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മുഴുവൻ കെട്ടിയോളാണെന്റെ മാലാഖ എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഞാൻ നെഞ്ച് നീറി പുകയുകയായിരുന്നു ചേട്ടാ. എന്റെ മനസ്സിന്റെ തലവനായ ചേട്ടനെ ഇനിയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. എന്റെ മനസ്സിന്റെ എല്ലാ ലെവൽ ക്രോസും കൈവിട്ടു പോയിരിക്കുകയാണ്. ഇറങ്ങി വരൂ ചേട്ടാ, നമുക്ക് ഏതെങ്കിലും ആസിഫ് ചേട്ടന് സ്വന്തം സുരേഖ പൗലോസ് തോന്നിയാസ്കര. പ്രസിഡന്റിന്റെ ഇവിടെ തന്നെയാ. പ്രസിഡന്റിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത്ര എഫേർട്ട് എടുത്ത് ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ശ്രമിച്ചതിൽ, അല്ലെങ്കിൽ കത്ത് എഴുതിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു, വെരി ക്രിയേറ്റീവ്. എല്ലാ സിനിമകളുടെ പേരും ഉണ്ട് അതിനകത്ത്. നന്ദിയുണ്ടേ. ഇതുപോലത്തെ കത്തുകൾ അങ്ങോട്ട് കൊടുക്കുകയോ ഇങ്ങോട്ട് കിട്ടുക എന്തെങ്കിലുമൊക്കെ ഉണ്ടായിണ്ടോ ധ്യാൻ ചേട്ടാ? എനിക്കിത് പഴയ കാലത്ത് ആരോ എഴുതി. അല്ല, പഴയത് വിട്ടേക്കോ, പുതിയതാവാം. എനിക്ക് അങ്ങനത്തെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ ന്യൂജന. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കാലല്ലേ. ഷാനിക്കനോട് ചോദിക്കും, പുള്ളിക്കറിയാൻ കാര്യം. ഷാനിക്ക ഫുൾ ടൈം ആക്റ്റീവ് നൗ. ഷാൻ അതാ വൃത്തിയായിട്ട് അറിയാവുന്നത്. ഷാനെ പറയൂ. ഞങ്ങളുടെയൊക്കെ ഗാർഡനായിരിക്കുന്നേ. നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? വെറുതെ ഇരിക്കുന്നത്. പാട്ട് പാടാൻ അറിയാവുന്ന സുന്ദരന്മാർക്കൊക്കെ ഇത് ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. പണ്ട് തലശ്ശേരിയില് പണ്ടത്തെ ഒരു ഇൻഡിക്ക കാറില് 4 ഗ്ലാസും താത്തിയുണ്ട് ഷാനിക്ക. എന്നിട്ട് പണ്ടത്തെ മൈക്കിൾ ജാക്സന്റെ പാട്ടൊക്കെ വെച്ചിട്ട്, അതായത് എനിഗ്മ വെച്ചിട്ട് മറ്റേ പൂക്കോട് തലശ്ശേരി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഷാനിക്കയുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ടോ. പഴയ കാലല്ലേ, മനസ്സിലായില്ലേ? രജിഷ, ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എവിടുന്നാ? പേരാമ്പ്ര ഭാഗത്തുനിന്നായിരിക്കും അല്ലേ? ഹിന്ദി, പഞ്ചാബ്.
നീ എന്തിനാണ് കളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാ